കേരളത്തിൽ അത് സാധിക്കാതിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്തുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ഇടതുപക്ഷം കരുത്തില്ലായിരുന്നുവെങ്കിൽ, ചോദ്യം ചെയ്യാനുള്ളൊരു ശക്തിയായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, കർണാടക പോലെ, ഹിമാചൽ പോലെ, തെലുങ്കാന പോലെ കേരളത്തിലും ഇന്ന് വന്ദേ മാതരം പൂർണ്ണമായി ആചരിച്ചേനെ. വേണ്ടി വന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീ വി ഡി സതീശൻ ഗണഗീതവും ഒന്ന് പാടിയേനെ. ഇടത് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം കരുത്തായി ഉണ്ടാകണം എന്ന് മലയാളിക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. ഈ ഗാന്ധിയെ മറന്ന് സവർക്കറിൽ അഭയം പ്രാപിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭൂതകാലം എന്താണ്? സവർക്കറെ പോയി വഴങ്ങിയതാണ് ഭൂതകാലം. സവർക്കറുടെ മുമ്പിൽ വിളക്ക് കൊളുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കേരളത്തിൽ ആ കാർഡ് ഇറക്കിയാൽ ചിലവാകില്ല. കേരളത്തിലെ ഇടത് മതേതര ബോധം ശക്തമാണ്. അതിൽ ഇടതുപക്ഷത്തിന് വലിയ ചോദ്യം ചെയ്യൽ ശക്തിയുണ്ട്. ഇടതുപക്ഷം കരുത്താണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കാക്കി ട്രൗസർ പുറത്ത് കാണിക്കാൻ മടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. ഇല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനെല്ലാം നമ്മുടെ ഡി കെ ശിവകുമാർ ആലപിച്ചതുപോലെ ഗണഗീതം പാടുന്ന കാഴ്ച കേരളം കാണേണ്ടി വരുമായിരുന്നു. കോൺഗ്രസിനെ അടിമുടി ബാധിച്ചിരിക്കുന്നത് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്, പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ ക്ലാരിറ്റി ഇല്ലായ്മ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷം എന്തുകൊണ്ടാണ് ഉണ്ടാകേണ്ടത്, എന്തുകൊണ്ട് കേരളത്തിൽ ഇടത് കരുത്തോടെ നിലനിൽക്കണം എന്ന് ഒരിക്കൽ കൂടി മതേതര കേരളത്തിന് മനസ്സിലായ ദിവസമാണ് ഇന്ന്. ഇത്രയുമാണ് നിങ്ങളുടെ വിശദീകരണം. എടുത്തിരുന്നു. എന്തുകൊണ്ട് എടുത്തു? കേരളത്തിലെ ഇടതുള്ളത് കൊണ്ട്. എന്തുകൊണ്ട് ഇതേ മുഖ്യമന്ത്രി ഇതേ പാർട്ടിയിലുള്ള കർണാടകയിൽ എടുത്തില്ല? എന്തുകൊണ്ട് തെലുങ്കാനയിൽ എടുത്തില്ല? എന്തുകൊണ്ട് ഹിമാചലിൽ എടുത്തില്ല? എന്തുകൊണ്ട് ശ്രീ വി ഡി സതീശൻ അതിന് നിർബന്ധിതനായി എന്ന് ചോദിച്ചാൽ, ഇതേ ശ്രീ വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്ത് സംഭവിച്ചു? പോട്ടെ, ചീഫ് സെക്രട്ടറി ഉത്തരവ് കൊടുത്തില്ലേ? സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംഭവിച്ചു, ചീഫ് സെക്രട്ടറി ഉത്തരവ് കൊടുത്തു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ശക്തമായ പൊതുബോധം ഇവിടെ ഉയർന്നു വന്നില്ലേ? സർക്കാരിൻ്റെ ശ്രീ വി ഡി സതീശൻ എന്തെങ്കിലും ഒരു കാര്യം സമ്മതിച്ചല്ലോ? ഇതിലും അദ്ദേഹത്തിൻ്റെ സമ്മതമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞാൻ അദ്ദേഹത്തിൻ്റെ സമ്മതം കിട്ടാൻ പറയുന്നൊരു കാര്യമല്ലത്. ഞാൻ വളരെ പൊളിറ്റിക്കലായ ഒരു കാര്യമാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസ് ദേശീയ 1937 AICC സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച് വന്ദേ മാതരത്തെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയോടുകൂടി അന്നൊരു പൊളിറ്റിക്കൽ നിലപാടെടുത്തിരുന്നു ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ്. നെഹ്റുവിൻ്റെ കോൺഗ്രസ്, ഗാന്ധിയുടെ കോൺഗ്രസ്, ടാഗോറിൻ്റെ എല്ലാം അഭിപ്രായങ്ങളെ, ആശയങ്ങളെ അംഗീകരിച്ചിരുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ് മരിച്ചുവെന്നും ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത നഷ്ടപ്പെട്ടുവെന്നും ഇപ്പോൾ പ്രത്യയശാസ്ത്ര ശൂന്യതയിലാണ് എന്നുമാണ് എൻ്റെ വാദം. അത് തെളിയിക്കല്ലേ വീണ്ടും? അത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. നിങ്ങളിത് കണ്ടില്ലേ? ഞാൻ ഇത്രയും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് തിരഞ്ഞപ്പോൾ കിട്ടിയ കണ്ടന്റുകളാണ്. കുറച്ചുകൂടി സമയം നിങ്ങൾ പറഞ്ഞ സമയം കുറച്ചുകൂടി തിരഞ്ഞാൽ കുറച്ചുകൂടി കിട്ടിയനെ. ഒന്ന് ഗൂഗിളിൽ കയറിയപ്പോൾ ജസ്റ്റ് അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. കണ്ടോ? ഇതെല്ലാം പണ്ട് നടന്ന സംഭവങ്ങളല്ല. ഹിറ്റ്ലർ ഹീറോ ആയ ഒരാളെ ഇപ്പോഴും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇരുത്തിയിരിക്കുകയല്ലേ? ട്രംപിന് അംഗീകാരം കൊടുക്കുകയല്ലേ പേരിട്ടിട്ട്? ആ ആൾ ഇപ്പോഴും തുടരല്ലേ? പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടോ കോൺഗ്രസിന്? കർണാടക നിയമസഭയിൽ ഗണഗീതം പാടിയ ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയായി പ്രൊമോഷൻ കൊടുത്തു. പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടോ? പറയണം കോൺഗ്രസ്. അങ്ങനെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ പണ്ട് സവർക്കറുടെ മുമ്പിൽ തിരികൊളുത്തിയ ശ്രീ വി ഡി സതീശന് മുഖ്യമന്ത്രിയായി സ്ഥാനക്കയറ്റം കൊടുത്തു. അതാണ്. പിന്നെ ഇപ്പോൾ ഈ കാക്കി ട്രൗസർ
പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. രേവന്ത് റെഡ്ഡിക്കും ഡി കെ ശിവകുമാറിനും ഒക്കെ പറ്റുന്ന ആ ഒരു സൗകര്യമുണ്ടല്ലോ, ഏത് കാക്കി ട്രൗസർ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സൗകര്യം കേരളത്തിൽ പറ്റാതെ പോകുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, അത് കേരളത്തിലെ ഇടത് മതേതര ചേരിയുടെ കരുത്തുകൊണ്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് ഇനിയും എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ ദിവസം എന്നത് വളരെ വ്യക്തമാവുകയാണ്.